വെള്ളാപ്പള്ളി നടേശൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ഹിന്ദു വർഗീയവാദിയാണ് എന്ന നിലപാട് നിങ്ങൾക്കുണ്ടെങ്കിലും ഞാൻ അംഗീകരിക്കുന്നു. എന്താ കാര്യം, വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ്, അതിന്റെ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ അപ്പപ്പോൾ പ്രകടിപ്പിക്കാറുമുണ്ട്. അതില് ആ നിലപാടുകൾ നമ്മുടെ പൊതുസമൂഹ ധാരണയ്ക്കെതിരായ ഒരു നിലപാടാണെങ്കിൽ ആ നിലപാടിനെ വിമർശിക്കും. അങ്ങനെയാണ് CPM ചെയ്യുക. അപ്പോൾ നമ്മുടെ പൊതു സാമൂഹ്യ നീതിക്ക് വിരുദ്ധമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാണെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ തുറന്നു പറയണില്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ ഒരു വർഗീയവാദിയായിട്ട് ഇതുവരെ ഒരാളും പറഞ്ഞു കേട്ടിട്ടില്ല. അദ്ദേഹം അങ്ങനെയാണെന്ന് കരുതാറില്ല. അദ്ദേഹം ഒരു പ്രത്യേക സമുദായത്തിന്റെ സംഘടനയുടെ SNDP എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കാണുക. SNDP എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഒരു പൊതു സ്വത്താണ് SNDP എന്ന് പറഞ്ഞാൽ. അതിനങ്ങനെ കാണുക. കാരണം കേരളത്തിൽ ഈ സംഘടനകൾ രൂപപ്പെട്ട് വരുമ്പോൾ നമ്മുടെ നവോത്ഥാനവുമായി ബന്ധപ്പെടുത്തി SNDPയുടെ രൂപീകരണം കേരളത്തിന്റെ സാമൂഹ്യ ഘടനയെ മാറ്റിമറിച്ച രൂപത്തിൽ വ്യത്യസ്തങ്ങളായ സമുദായങ്ങൾക്കകത്ത് നവോത്ഥാനപരമായ പരിവർത്തനം ഉണ്ടാക്കാൻ പ്രചോദനം നൽകിയൊന്നാണ്. അതുകൊണ്ട് SNDP വേറൊരു തരത്തിലാണ് നമ്മൾ സാമൂഹ്യമായിട്ട് നമ്മൾ വിലയിരുത്തുക. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ഹിന്ദു വർഗീയവാദിയാണ് എന്ന നിലപാട് നിങ്ങൾക്കുണ്ടെങ്കിലും ഞാൻ അംഗീകരിക്കുന്നു.